തിരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഈ കേസിൽ CPM-ന് കുരുക്കായി ആദായ നികുതി വകുപ്പ് അന്വേഷണം മാറിക്കഴിഞ്ഞു. ദേശസാൽകൃത ബാങ്കുകളിലെ ലക്ഷങ്ങളുടെ നിക്ഷേപമാണ് പാർട്ടി ആദായ നികുതി വകുപ്പിൽ നിന്നും മറച്ചുവെച്ചിരിക്കുന്നത്. ഒപ്പം പുരാവസ്തു തട്ടിപ്പിൽ ബിനാമി നിക്ഷേപങ്ങൾ കണ്ടെത്താതെ അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയുമാണ് ക്രൈംബ്രാഞ്ച്. മോൻസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പുകളുടെ പങ്ക് പറ്റിയവർ ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ലാതെയാണ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായതോടെ മത്സരചിത്രം കൂടുതൽ തെളിഞ്ഞിരിക്കുകയാണ്. എറണാകുളത്ത് 10ഉം ചാലക്കുടിയിൽ 12ഉം സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഒപ്പം മൂവാറ്റുപുഴയിലെ അതിഥി തൊഴിലാളിയുടെ മരണത്തിൽ 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വാർത്തയും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. സമഗ്രമായ ഒരുപാട് വാർത്തകളാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ആദ്യം കരുവന്നൂർ സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട CPM അകപ്പെട്ട വലിയൊരു പ്രതിരോധം, അതിന്റെ വിശദാംശങ്ങളിൽ നിന്ന് തുടങ്ങാം. ഗുഡ് മോർണിംഗ്. KP പറഞ്ഞതുപോലെ തന്നെ സംഭവ ബഹുലമായ അല്ലെങ്കിൽ വലിയ തോതിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇന്നും കൊച്ചിയിൽ നിന്ന് ഉള്ളത്. അതിൽ പറഞ്ഞതുപോലെ നിരന്തരമായി നടക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണവും അവിടെ CPM പ്രതിരോധത്തിലാകുന്നതുമായ വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആൾക്കൂട്ട വിചാരണയും തുടർന്നുള്ള മരണവും എല്ലാം തന്നെ ഒരിക്കൽ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് എന്ന നമുക്ക് ദാരുണമായ സംഭവം കൂടി ഉണ്ടാകുന്നത്. ഇങ്ങനെ സമാനമായ നിരവധി വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. അതിൽ KP സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം നമുക്ക് പ്രധാനമായും ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരികയാണെങ്കിൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരികയാണെങ്കിൽ CPM-ന്റെ കള്ളപ്പണ ഇടപാടുകൾ വിവിധ ബാങ്കുകളിലുള്ള അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇൻകം ടാക്സ് വിഭാഗം കൂടി, ആദായ നികുതി വകുപ്പ് കൂടി അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം ഇന്നലെ അവർ അതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ വിശദമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതിനൊപ്പം തന്നെ ഓഫീസിലെത്തി, ED ഓഫീസിലെത്തി ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ വിശദമായ പരിശോധന നടത്തി. ഈ നാഷണലൈസ്ഡ് ബാങ്കിലായിരുന്നു CPM-ന്റെ അക്കൗണ്ടുകൾ അവിടെ ഉണ്ടായിരുന്നത് എന്ന് മാത്രമല്ല, അതിൽ നിന്ന് വലിയ തുക പിൻവലിക്കുകയും വലിയ തുകയുടെ ഇടപാടുകൾ നടത്തുകയും എല്ലാം ചെയ്തതായി കണ്ടെത്തി. മാത്രമല്ല, നിയമാനുസൃതമല്ല അല്ലെങ്കിൽ ബാങ്ക് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല എന്നൊരു വിവരവും ലഭിച്ചു. ഈ അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങൾ ആദായ നികുതി വകുപ്പിനെ ഒരു ഘട്ടത്തിലും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റു ചില ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ള വിവരം അറിയിക്കുന്ന ഘട്ടത്തിൽ പോലും ആദായ നികുതി വകുപ്പിനെ തൃശ്ശൂരിലുള്ള ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ടുള്ള വിവരമോ അതിലൂടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിനെ സംബന്ധിച്ച വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇൻകം ടാക്സ് വിഭാഗത്തെ പാർട്ടി നേതൃത്വം അറിയിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ബാങ്കിൽ പരിശോധനയും റെയ്ഡുകളും വിശദമായി തന്നെ അതിന്റെ രേഖകൾ പരിശോധനയും എല്ലാം നടന്നത് എങ്കിൽ, ഒപ്പം അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ചോദ്യം ചെയ്തത്. രാത്രി വൈകുവോളം 10:30 മണി വരെ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു പ്രധാനമായും നടന്നത്. മാത്രമല്ല, ഈ MM വർഗീസിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു ഫോണ് ആദായ നികുതി വകുപ്പ് അന്വേഷണ സംഘം പിടിച്ചെടുത്തതായ വിവരവുമുണ്ട്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട രേഖ എന്ന നിലയിൽ തന്നെയാണ് ഈ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തുടർന്ന് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പാർട്ടി തലത്തിൽ നടത്തിയിട്ടുള്ള, നേരത്തെ തന്നെ നമ്മൾ നൽകിയ ഒരു വാർത്തയായിരുന്നു, പാർട്ടിയുടെ അക്കൗണ്ടുകൾക്കൊപ്പം നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും നിലവിൽ നടക്കുന്ന അന്വേഷണത്തിന് പുറമെ പാർട്ടി തലത്തിൽ പാർട്ടിക്ക് വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എന്ന നിലകളിൽ അക്കൗണ്ടുകൾ തുറന്നിരുന്നുവെങ്കിൽ അതിനുമപ്പുറം നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് അന്വേഷണം നീളുന്നത്. മാത്രമല്ല, അത് ഇത്തരത്തിൽ നാഷണലൈസ്ഡ് ബാങ്കുകളെ കേന്ദ്രീകരിച്ച്, 2 നാഷണലൈസ്ഡ് ബാങ്കുകളെ കേന്ദ്രീകരിച്ചാണ് എന്ന വിവരം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ ചൂടുപിടിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരം എന്ന നിലയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദായ നികുതി വകുപ്പ് ഇന്നലെ നടത്തിയിട്ടുള്ള ഈ റെയ്ഡ് പരിശോധന, രേഖകളുടെ പരിശോധന, ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പ് MM വർഗീസിനെ ചോദ്യം ചെയ്തതുമെല്ലാം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM നേതാക്കൾ കൂടുതൽ പ്രതിസന്ധിയിലാവുകയും പ്രതിരോധത്തിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും